ദൈവത്തിൻ പൈതലെ നീ കലങ്ങിടുന്നോ? കർത്താവിൽ പൂർണ്ണമായി നീ ആശ്രയിക്കൂ. ദൈവത്തിൻ പൈതലെ നീ കലങ്ങിടുന്നോ? കർത്താവിൽ പൂർണ്ണമായി നീ ആശ്രയിക്കൂ. ഭാവിയെ ഓർത്തു നീ ഭാരപ്പെടുമ്പോൾ നിനക്കായി കരുതുന്നോൻ കൂടെയില്ലേ? ഭാവിയെ ഓർത്തു നീ ഭാരപ്പെടുമ്പോൾ നിനക്കായി കരുതുന്നോൻ കൂടെയില്ലേ? യഹോവ ശാലോം സമാധാനം നൽകും. യഹോവ ഈരെ കരുതിടും നിന്നെ. യഹോവ ശമ്മ കൂടെയുള്ളതാലേ യാതൊരു ഭാരവും വേണ്ടിനിയും. യഹോവ ശാലോം സമാധാനം നൽകും. യഹോവ ഈരെ കരുതിടും നിന്നെ. യഹോവ ശമ്മ കൂടെയുള്ളതാലേ യാതൊരു ഭാരവും വേണ്ടിനിയും. യെശയ്യാ 55:10 വചനം പറയുകയാണ്, മഞ്ഞും മഴയും ആകാശത്ത് നിന്ന് കടന്നു വന്ന് ഭൂമിയിൽ ഭക്ഷിക്കാൻ ധാന്യങ്ങളും വിതയ്ക്കാൻ വിത്തും ഉൽപ്പാദിപ്പിക്കുന്ന പോലെയാണ് എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളും. ഫലരഹിതമായി അത് മടങ്ങി വരികയില്ല. ഞാൻ ഏൽപ്പിക്കുന്ന ദൗത്യം അത് വിജയകരമായി പൂർത്തീകരിക്കും എന്ന് യെശയ്യാ 55:10 ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല എന്ന് റോമാലേഖനം 9-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്. ഒരിക്കലും അപ്പോൾ ഈ അമ്മച്ചിയിലൂടെ ദൈവമായ കർത്താവ് എന്നെ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. ഒരു സുവിശേഷകൻ പരാജയപ്പെട്ടാലും സുവിശേഷം വചനം ഒരിക്കലും പരാജയപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അമ്മച്ചി എന്നോട് പറഞ്ഞ ഒരു വചനം ബൈബിളിൽ കാണുന്നത് മാത്രമല്ല ദൈവവചനം. നന്മയുടെ ഒരു വ്യക്തിയുടെ ആത്മരക്ഷയുടെ ഭാഗത്തു നിന്ന് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ദൈവവചനമാണ്. അപ്പോൾ ഈ അമ്മച്ചി എന്നോട് പറഞ്ഞൊരു ദൈവവചനം, പോട്ടയ്ക്ക് പോയി പനക്കലച്ചനെ ചെന്ന് കണ്ട് സങ്കടം പറഞ്ഞാൽ യേശു എന്നെ രക്ഷിക്കുമെന്ന് ഈ അമ്മച്ചി പറഞ്ഞ ഒരു വചനം 4.5 വർഷക്കാലം ഗോതമ്പ് മണി ചെളിക്കകത്ത് കിടക്കുന്നത് പോലെ എൻ്റെ ഹൃദയത്തിൽ കിടന്നു. 4.5 വർഷങ്ങൾക്ക് ശേഷം ഈ അവസ്ഥയിൽ നിന്ന് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ട് ഒരുപക്ഷെ ധൂർത്തപുത്രം പന്നിക്കുഴിയിൽ കിടന്ന് തട്ടുകിട്ടിയ ഒരവസ്ഥയിൽ ഈ കാഞ്ചിയാറ് പള്ളിക്കവല വെയിറ്റിംഗ് ഷെഡിൽ ഒരു മാനസിക രോഗിയുടെ അവസ്ഥയിൽ കിടക്കുമ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നൊരാഗ്രഹമുണ്ടായപ്പോൾ ഈ അമ്മച്ചി എന്നോട് പറഞ്ഞ വചനം, 4.5 വർഷക്കാലം എൻ്റെ ഹൃദയത്തിൽ കിടന്ന ഈ വചനം എന്നിൽ മാംസം ധരിച്ചു. അങ്ങനെ ഈ അമ്മച്ചി എന്നോട് പറഞ്ഞ ഒരു സാധാരണക്കാരിയായ ഒരു പാവപ്പെട്ട 60 വയസ്സ് പ്രായമായ ഏലുക്കുട്ടി എന്ന് പറയുന്ന ഈ അമ്മച്ചി എന്നോട് പറഞ്ഞ ഈ ഒരൊറ്റ വാക്ക് 1998 ജൂലൈ മാസം 16-ാം തീയതി മുതൽ ഇടുക്കി, വയനാട്, ആലപ്പുഴ ജില്ലകളിൽ കർഷക ആത്മഹത്യ പെരുകിയ ഒരു സാഹചര്യത്തിൽ ഈ 3 ജില്ലകളിലെ അക്രൈസ്തവരായ കർഷകരെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കുവാൻ ഡിവൈൻ ധ്യാന കേന്ദ്രം ഫീസില്ലാതെ സൗജന്യമായി ഒരുക്കിയ ഒരു ധ്യാനത്തിന് എന്നെ കൊണ്ടെത്തിച്ചു. 43,850 പരം മലയാളികളുടെ നടുവിലിരുന്ന് ഞാൻ ദൈവവചനം കേൾക്കുവാനായിട്ട് ആരംഭിച്ചു. കേട്ട കാര്യങ്ങളോ പ്രസംഗിച്ച വ്യക്തികളെയോ വിഷയങ്ങളെയോ ഓർക്കുന്നില്ലെങ്കിലും ധ്യാനത്തിൻ്റെ 4-ാമത്തെ ദിവസം ദിവ്യകാരുണ്യ ആന്തരിക സൗഖ്യ ആരാധനാ മധ്യേ ബഹുമാനപ്പെട്ട പനക്കലച്ചൻ ഇങ്ങനെ അനൗൺസ് ചെയ്തു, മദ്യവും മയക്കുമരുന്നും ഉപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം എഴുന്നേറ്റ് നിൽക്കുക, നിങ്ങൾക്കതിനുള്ള ശക്തി കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അവിടെ അനൗൺസ് ചെയ്തതിന് പ്രകാരം 8000-ലധികം പുരുഷന്മാരും 150-ലധികം സ്ത്രീകളും മദ്യവും മയക്കുമരുന്നും ഉപേക്ഷിക്കാനുള്ള അതിയായ ആഗ്രഹത്തോടെ എഴുന്നേറ്റ് നിന്നപ്പോൾ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തോടെ ഞാനും തമ്പുരാൻ്റെ സന്നദ്ധിയിൽ എഴുന്നേറ്റുന്നു. ഞങ്ങൾക്കതിനുള്ള ശക്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പനക്കലച്ചൻ ഒരു വചനം പറഞ്ഞു. സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 21-ാം തിരുവചനമാണ് അച്ഛൻ പറഞ്ഞത്. ആ വചനം ഇങ്ങനെയാണ്, മദ്യപിച്ച് മത്തുപിടിച്ച് മതോന്മത്തനായി മയങ്ങുന്നവൻ കീറത്തുണി ഉടുക്കേണ്ടി വരും. ഈ വചനം കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടി വിറച്ചുപോയി. കാരണം മദ്യപിച്ച് മത്തുപിടിച്ച് മതോന്മത്തനായി മയങ്ങുന്നവൻ കീറത്തുണി ഉടുക്കേണ്ടി വരും എന്ന് ഞാൻ കേൾക്കുമ്പോൾ ആ കീറത്തുണി ഈ അവസ്ഥയിൽ ഉടുത്തുകൊണ്ടിരുന്ന എന്നിൽ ഉടുക്കേണ്ടി വരുമെന്ന് കേൾക്കുമ്പോൾ മദ്യപിച്ച് മത്തുപിടിച്ച് തെരുവേദികളിൽ കടന്ന് മയങ്ങി ആ കീറത്തുണി ഉടുത്തുകൊണ്ടിരുന്ന എന്നിൽ ആ വചനം ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. അങ്ങനെ ഒരൊറ്റ വചനത്തിലൂടെ പെറ്റമ്മയെപ്പോലും കൊല്ലാൻ ആയുധമെടുത്ത മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടങ്ങാത്ത അടിമത്തത്തിൽ നിന്ന് എൻ്റെ ദൈവമായ കർത്താവ് പരിപൂർണമായ ഒരു വിടുതലിലേക്ക് എന്നെ നയിച്ചു. വീണ്ടും ഞാൻ അവിടെ ഒരു ധ്യാനം കൂടി. ആ ധ്യാനം കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ ഒരു വലിയ ബാനർ കണ്ടു, ഡിവൈൻ ബൈബിൾ കോളേജ്.
വിശ്വാസത്തിലേക്ക് കടന്നു വന്ന അക്രൈസ്തവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഡിവൈൻ ധ്യാന കേന്ദ്രം ഒരുക്കിയ ഒരു സംരംഭം ഡിവൈൻ ബൈബിൾ കോളേജ്. ബൈബിൾ കോളേജ് എന്നൊക്കെ പറയുന്നെങ്കിലും ദൈവാനുഭവ ജീവിതത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കളരി എന്നതിനെ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. POC ബൈബിളിൻ്റെ ചീഫ് എഡിറ്റോറിയൽ ബോർഡിലെ മൂവരിൽ ഒരാളായ ഡോക്ടർ മൈക്കിൾ കാര്യമറ്റമച്ചനായിരുന്നു ആ കളരിയുടെ ആശാൻ. അച്ഛൻ്റെ അതരത്തിൽ നിന്ന് നടന്നു വീണ സ്നേഹനിർഭരമായ ഓരോ വചനങ്ങളിലൂടെയും ആ ദൈവാനുഭവ ജീവിതത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ ബൈബിൾ കോളേജിൻ്റെ 4ാമത്തെ ബാച്ചിലിരുന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അടിസ്ഥാനപരമായ 6 ആഴ്ചകളിലൂടെ ഞാൻ 2 കാര്യങ്ങൾ മനസ്സിലാക്കി. ഒന്ന്, രക്ഷയിലേക്ക് എന്നെ കരം പിടിച്ചുയർത്തിയിരിക്കുന്ന ദൈവം സ്നേഹമാണ് എന്നൊരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ അപ്പനിലൂടെ, അമ്മയിലൂടെ, ജീവിത പങ്കാളിയിലൂടെ, എൻ്റെ സഹോദരങ്ങളിലൂടെ, സമൂഹത്തിലൂടെയൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹം മുഴുവൻ എൻ്റെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും ആ ദൈവത്തോട് ഞാൻ ചേർന്ന് നിൽക്കാൻ തയ്യാറായാൽ എത്രയേറെ പാപത്തിൻ്റെ, എത്രയേറെ അഴുക്കുചാലിൻ്റെ, എത്രയേറെ പരാജയത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിലും എൻ്റെ ഒരു കരം പിടിച്ചുകൊണ്ട് മറുകരം നീട്ടി ഞാൻ കർത്താവിൻ്റെ കരം പിടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരപ്പൻ, ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരപ്പൻ എൻ്റെ തലയ്ക്ക് മുകളിൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ, ആ അപ്പൻ്റെ പേര് സ്നേഹമെന്നാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരിക്കലും തള്ളിക്കളയാത്ത ആ അപ്പൻ്റെ മകനായി ജീവിക്കണം എന്നെനിക്കൊരാഗ്രഹം ഉണ്ടായി. അപ്പം ഞാൻ 2ാമത്തെ രഹസ്യം മനസ്സിലാക്കി. ആ അപ്പൻ്റെ മകനായി ജീവിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ വേദനിപ്പിച്ച, മുറിവേൽപ്പിച്ച എല്ലാവരോടും ക്ഷമിച്ച് അവരെല്ലാം അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊരു രഹസ്യം മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ചു വന്ന ഒരു കൊച്ചു ചാപ്പലിലെ കുരിശ് രൂപത്തിൻ്റെ മുൻപിലിരുന്ന് എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ എന്നെ മുറിവേൽപ്പിച്ച സകലരോടും ക്ഷമിച്ച് അവരെല്ലാം അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി അവരെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ യേശുവിനെ ഞാൻ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. ഡിവൈൻ ബൈബിൾ കോളേജ് വിട്ട് ഓടി അമ്മയുടെ അരികിലേക്ക് കടന്നു ചെന്നു. അപ്പോൾ കറുകച്ചാലിൽ എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ എന്നിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന വേദനകളുടെയും സങ്കടങ്ങളുടെയും എല്ലാം നടുവിൽ വളരെ വേദനയോടെ എൻ്റെ അമ്മ ഇങ്ങനെ കഴിഞ്ഞു കൊടുക്കുകയായിരുന്നു. ഞാൻ അമ്മയുടെ അരികിലേക്ക് ഒരു വെള്ളിയാഴ്ച ദിവസം രാവിലെ കടന്നു ചെന്നു. വളരെ ദൂരെ വെച്ച് തന്നെ അല്പം പൊക്കപ്പുറത്തുള്ള ആ വീടിൻ്റെ മുറ്റത്ത് ചേട്ടൻ്റെ കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ട് നിന്ന അമ്മ വളരെ ദൂരെ വെച്ച് തന്നെ ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലുന്ന കാഴ്ച കണ്ടു. എന്നെ കണ്ടത് എന്നോടുള്ള ദേഷ്യവും അരിശവും സങ്കടവും എല്ലാം മൂലം ഒരു പ്രത്യേക വികാരത്തോടെ എൻ്റെ അമ്മയും മുറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ അമ്മ നിന്നിരുന്ന ആ മുറ്റത്തേക്ക് കടന്നു ചെന്ന് അമ്മയുടെ മുഖത്ത് നോക്കാനോ അമ്മയുടെ ക്ഷേമം അന്വേഷിക്കാനോ ഒരു ശക്തി എനിക്കില്ലാതിരുന്നെങ്കിലും എൻ്റെ ഉള്ളിലേക്ക് പുനരുത്ഥാന ശക്തിയോടെ കടന്നു വന്ന എൻ്റെ കർത്താവായ യേശു തന്ന പ്രേരണയാൽ അമ്മ നിന്നിരുന്ന ആ മുറ്റത്ത് മുട്ടുകുത്തി അമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് അമ്മയോട് നാളതുവരെയും ചെയ്ത എല്ലാ തെറ്റുകൾക്കും എണ്ണി ഞാൻ മാപ്പി ചോദിക്കുവാനായിട്ട് ആരംഭിച്ചു. ഏതെല്ലാം വാക്കുകളിലൂടെ, ഏതെല്ലാം പ്രവൃത്തികളിലൂടെ അമ്മയെ വേദനിപ്പിച്ചതായിട്ട്, മുറിവേൽപ്പിച്ചതായിട്ട് എൻ്റെ ഉള്ളിലുണ്ടോ അതെല്ലാം ഏറ്റുപറഞ്ഞ് എൻ്റെ അമ്മ എന്നോട് ഇന്ന കാര്യങ്ങൾക്ക് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ അമ്മയോട് മാപ്പി ചോദിക്കുവാനായിട്ട് ആരംഭിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഞാൻ പരിസരം ബോധം മൂലം മറന്ന് കരയുവാനായിട്ട് ആരംഭിച്ചു. എൻ്റെ കണ്ണുനീര് അമ്മയുടെ കാൽപാദത്തെങ്കിലേക്ക് വീഴുകയാണ്. എൻ്റെ കണ്ണുനീര് എൻ്റെ അമ്മയുടെ കാൽപാദത്തെങ്കിൽ വീണപ്പോൾ എൻ്റെ അമ്മയിൽ ഒരു വചനം മാംസം ധരിച്ചു. റോമാലേഖനം 12-ാം അധ്യായം 20-ാം തിരുവചനവും റോമ 12:20 സുഭാഷിതങ്ങൾ 25, 21, 22 തിരുവചനങ്ങളും ഈ 2 വചനഭാഗങ്ങളും ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നാം ഇങ്ങനെയാണ് കാണുക: നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക, അതുവഴി നീ അവൻ്റെ ശിരസിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടു. എന്ന് പറഞ്ഞാൽ നമ്മളൊരു വ്യക്തിയോട് ക്ഷമ ചോദിച്ച് അനുരഞ്ജനപ്പെടുമ്പോൾ, നമ്മൾ ആരോട് ക്ഷമ ചോദിച്ച് അനുരഞ്ജനപ്പെടുന്നോ ആ വ്യക്തിയുടെ ശിരസിൽ പശ്ചാത്താപത്തിൻ്റെ, അനുതാപത്തിൻ്റെ തീക്കനൽ നമ്മൾ കൂട്ടും. അങ്ങനെ എൻ്റെ അമ്മയുടെ കാല് പിടിച്ച് ക്ഷമ ചോദിച്ച് കരഞ്ഞ് എൻ്റെ അനുതാപത്തിൻ്റെ കണ്ണുനീർ എൻ്റെ അമ്മയുടെ കാൽപാദത്തെങ്കിൽ വീണപ്പോൾ ഈ വചനം അമ്മയിൽ മാംസം ധരിച്ചു. അത് അമ്മയുടെ ശിരസിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടി. അമ്മയും കരയുവാനായിട്ട് ആരംഭിച്ചു. അല്പസമയം കഴിഞ്ഞ് എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അമ്മയുടെ കണ്ണുനീരും എൻ്റെ കണ്ണുനീരും തുടച്ചുകൊണ്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ ആദ്യത്തെ വാക്ക്, മോനെ, നിന്നെ ഇത്രയേറെ മാറ്റിയ ആ സ്ഥലത്ത് എനിക്കും ഒന്ന് പോണമടാ, എന്നെ അവിടെ കൊണ്ടുപോകാമോ എന്നെൻ്റെ അമ്മ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഞാൻ അപ്പോൾ തന്നെ അമ്മയും കൂട്ടി കട്ടപ്പനയിലേക്ക് യാത്രയായി. എന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ധ്യാനത്തിന് ആളിനെ കൊണ്ടുവന്ന, എല്ലാ ആഴ്ചയിലും ധ്യാനത്തിന് ഡിവൈനിലേക്ക് ആളിനെ കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഒരു ഉണ്ണിച്ചേട്ടൻ്റെ കയ്യിൽ കൊണ്ട് ഞാൻ എൻ്റെ അമ്മയെ കൊടുത്തിട്ട് പറഞ്ഞു, ഉണ്ണിച്ചേട്ടാ, എൻ്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ല, അമ്മയെ ധ്യാനത്തിന് കൊണ്ടുപോകാമോ? ഉണ്ണിച്ചേട്ടൻ അമ്മയെ മാറോട് ചേർത്തുകൊണ്ട് പറഞ്ഞു, മോനെ,
ഇത് എൻ്റെയും കൂടി അമ്മച്ചിയാടാ, ഞാൻ അമ്മച്ചിയെ ധ്യാനത്തിന് കൊണ്ടുപോക്കളാം, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. അങ്ങനെ ഉണ്ണിച്ചേട്ടൻ്റെ സഹായത്തോടെ അമ്മ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തി. 2 ആഴ്ച താമസിച്ച് അമ്മ ധ്യാനം കൂടി. ധ്യാനം അവസാനിക്കുന്നതിൻ്റെ തലേ ദിവസം ദിവ്യകാരുണ്യ ആന്തരിക സൗഖ്യ ആരാധനാ മധ്യേ ബഹുമാനപ്പെട്ട പനക്കിളച്ചൻ ഇങ്ങനെ അനൗൺസ് ചെയ്തു, കൊല്ലാൻ ശ്രമിച്ച ഒരു മകനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ഒരമ്മയോട് കർത്താവ് ആവശ്യപ്പെടുന്നു. പിന്നീട് ഒരിക്കൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ, മോനെ, എനിക്ക് നിന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുമായിരുന്നില്ല. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ വാക്ക്, തന്ത ഇട്ടിട്ട് പോയിട്ടും വല്ലവൻ്റെയും അടിയും ഇടിയും കൊണ്ട് ആട്ടും തുപ്പമേറ്റ് തെണ്ടി തിന്ന് വളർത്തിയിട്ടും നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചതിൽ എനിക്ക് നിന്നോട് അടങ്ങാത്ത വിരോധമുണ്ടായിരുന്നു. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, അതിനുശേഷം നിന്നെ ശപിക്കാത്ത, നിൻ്റെ മരണം ആഗ്രഹിക്കാത്ത ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിലില്ല. എന്നാൽ എൻ്റെ മേലും അമ്മയുടെ മേലും സ്വർഗത്തിന് രക്ഷാകരമായൊരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ അമ്മ എന്നോട് ക്ഷമിക്കാൻ എപ്പോൾ തീരുമാനമെടുക്കുമോ അതുവരെ ഒരു 6-7 പ്രാവശ്യം പനക്കിളച്ചൻ അനൗൺസ് ചെയ്തു, കൊല്ലാൻ ശ്രമിച്ച ഒരു മകനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ഒരമ്മയോട് കർത്താവ് ആവശ്യപ്പെടുന്നു. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ, മോനെ, 6-7 പ്രാവശ്യം അച്ഛൻ അത് ആവർത്തിച്ചപ്പോൾ അതെന്നോടാണെന്ന് എനിക്ക് തോന്നിയടാ. യേശു ദൈവമാണെന്നുള്ള തിരിച്ചറിവില്ലാത്ത ഒരു പാവപ്പെട്ട അമ്മ. അതിനേക്കാൾ ഉപരിയായി തൻ്റെ മുൻപിലിരിക്കുന്ന ഈ ഗോതമ്പപ്പത്തിൻ്റെ ഉള്ളിൽ, ഈ വെളുത്ത അപ്പത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാധു സ്ത്രീ ഒരു മകനിൽ നിന്ന് 10-26 വർഷക്കാലം അനുഭവിക്കേണ്ടി വന്ന വേദനകളുടെയും സങ്കടങ്ങളുടെയും എല്ലാം നടുവിൽ നിന്നുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയിലേക്ക് നോക്കി, എൻ്റെ മോനോട് ഞാൻ ക്ഷമിക്കുന്നു, അവനെ അനുഗ്രഹിക്കണമേ എന്നൊരു നിലവിളി പൂർത്തീകരിക്കാനാകാതെ ബോധരഹിതയായി വീഴുകയും ശുശ്രൂഷകർ തൊട്ടടുത്ത വിശ്രമ സ്ഥലത്തേക്ക് അമ്മയെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തെന്നാണ് അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞത്. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന യേശുവിലേക്ക് നോക്കി, കൊല്ലാൻ ശ്രമിച്ച് എൻ്റെ മോനോട് ഞാൻ ക്ഷമിക്കുന്നു, അവനെ അനുഗ്രഹിക്കണമേ എന്ന് എൻ്റെ അമ്മ നിലവിളിച്ച് തുടങ്ങിയ അതേ സെക്കൻഡിൽ വിശുദ്ധ കുർബാനയിൽ ഗോതമ്പപ്പത്തിൽ ജീവിക്കുന്ന ക്രിസ്തുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അത് 8000-ലധികം വ്യക്തികളെ സാക്ഷികളാക്കിക്കൊണ്ട് അമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിച്ച് ഒരിക്കലും സൗഖ്യം പ്രാപിക്കില്ല എന്നും പറഞ്ഞ് വൈദ്യശാസ്ത്രം എഴുതിത്തള്ളിയ അമ്മ നടന്നു പോകുന്ന വഴിക്ക് അമ്മ പോലും അറിയാതെ കുടല് മുഴുവൻ പഴുപ്പ് പുറത്തേക്ക് ഒഴുകുന്ന അൾസർ രോഗത്തെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് വരണ്ട നിലം പോലെ ദൈവമായ കർത്താവ് സൗഖ്യപ്പെടുത്തി. ആ ഒരു സൗഖ്യ അനുഭവത്തിലൂടെ കർത്താവിൻ്റെ ആ സ്പർശനമുണ്ടായപ്പോൾ അത് താങ്ങാനുള്ള ശേഷിയില്ലാതെ ബോധരഹിതയായി വീണു. പക്ഷേ ആ ഒരു സൗഖ്യ അനുഭവത്തിലൂടെ ക്ഷമിച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ചു. ആ ഒരു സൗഖ്യ അനുഭവത്തിലൂടെ അമ്മ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ അമ്മ നന്നായിട്ട് ചിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ മാറ്റത്തിൻ്റെ സമയം വരെ എൻ്റെ അകൃത്യങ്ങളെ പ്രതി എൻ്റെ അമ്മ കരഞ്ഞെങ്കിൽ, വിശ്വാസം സ്വീകരിച്ച് ജീവിച്ചിരുന്ന 8 വർഷക്കാലവും ഓരോ ദിവസവും ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ജപമാലയും കയ്യിൽ പിടിച്ച്, ചൊല്ലാനൊന്നും അറിയത്തില്ലെങ്കിലും ജപമാലയും കരങ്ങളിൽ പിടിച്ച് കരയുന്ന ഒരു അമ്മ ഞാൻ കണ്ടിട്ടുണ്ട്. ആ 8 വർഷക്കാലം എൻ്റെ അമ്മ കരഞ്ഞത് ഇന്ന് ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷ ജീവിതത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ശുശ്രൂഷ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപോ ശുശ്രൂഷ ജീവിതത്തിലോ ഇന്നലെ വരെ രാജന്, ഈ നിമിഷം വരെ രാജന് എടുത്തു പറയാവുന്ന യാതൊരുവിധ യോഗ്യതകളും ഇല്ലെങ്കിലും എന്നേക്കാൾ 100 മടങ്ങ് യോഗ്യരായ നിങ്ങളുടെയൊക്കെ മുൻപിൽ ഒരു സുവിശേഷകനായി യേശു ഇന്ന് എന്നെ നിലനിർത്തിയിരിക്കുന്നെങ്കിൽ ആ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് ഒരമ്മയുടെ, ഒരു പാവപ്പെട്ട അമ്മയുടെ ഒരു മകന് വേണ്ടിയുള്ള 26 വർഷക്കാലത്തെ 10-28 വർഷക്കാലത്തെ കണ്ണുനീരിന് സ്വർഗം കൊടുത്ത പ്രതിഫലമാണ് രാജൻ കാഞ്ചാർ എന്ന് പറയുന്ന വചനപ്രഘോഷകൻ. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് മക്കൾക്ക് വേണ്ടി കരയുന്ന ഓരോ മാതാപിതാക്കളുടെയും കണ്ണുനീരിന് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. 8 വർഷത്തെ ക്രൈസ്തവ ജീവിതത്തിന് ശേഷം 9 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന 8 നോയമ്പിൻ്റെ 5-ാമത്തെ നോയമ്പിൻ്റെ അന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് അവസാനമായി ഞാൻ പകർന്നു കൊടുത്ത വെള്ളം കൂടെ ഇറക്കി, മതിമോനെ എന്ന അർത്ഥത്തിൽ എൻ്റെ മുഖത്ത് നോക്കിയെന്ന് മൂളി, പാതി അടഞ്ഞ കണ്ണുകളോടെ എന്നെ ഒന്ന് ചിരിച്ചു കാണിച്ചു. ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മ ഈ ലോകം വിട്ട് ദൈവസന്നിധിയിലേക്ക് യാത്രയായി. അങ്ങനെ എൻ്റെ അമ്മയുടെ മരണത്തിലൂടെ ദൈവമായ കർത്താവ് എന്നെ ഒരു പാഠം പഠിപ്പിച്ചു. എൻ്റെ ആത്മീയ ഗുരുക്കന്മാരെനിക്ക് പറഞ്ഞു തന്ന, മോനെ, ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് പ്രാണൻ വേർപിരിയുന്ന സമയമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ സമയം. ആ സമയത്ത് ഒരു മനുഷ്യൻ ചിരിക്കണമെങ്കിൽ അത് സ്തെഫാനോസിനെ പോലെ സ്വർഗം കണ്ടതുകൊണ്ടാണ്.
അപ്പോൾ എൻ്റെ അമ്മയുടെ മരണത്തിലൂടെ ദൈവമായ കർത്താവ് എന്നെ ഒരു പാഠം പഠിപ്പിച്ചു. ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, നമ്മളെ എത്രയേറെ വേദനിപ്പിച്ചവരായിക്കൊള്ളട്ടെ, ആ വ്യക്തിയോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ സ്വർഗം കണ്ട് ചിരിച്ചുകൊണ്ട് മരിക്കാനുള്ള കൃപ ദൈവമായ കർത്താവ് നമുക്ക് തരും. അങ്ങനെ എൻ്റെ അമ്മ ഈ ലോകം വിട്ട് ദൈവസന്നിധിയിലേക്ക് യാത്രയായി. 99 ആരംഭം മുതൽ ഡിവൈൻ ധ്യാന കേന്ദ്രം അക്രൈസ്തവരായ മക്കളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഒരുക്കിയ ഡിവൈൻ സുവിശേഷ മുന്നണിയുടെ ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൻ്റെ കോർഡിനേറ്റർ ആയിട്ട് ഞാൻ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എനിക്കൊരു വിവാഹം ആലോചിച്ചു. അപ്പോൾ എൻ്റെ ഉപേക്ഷിക്കപ്പെട്ടു പോയ ജീവിത പങ്കാളിയെക്കുറിച്ച് ഞാൻ അവരുമായിട്ട് പങ്കുവെച്ചു. 2 കൂട്ടുകാരെയും കൂടെ കൂട്ടി ഉപേക്ഷിക്കപ്പെട്ടു പോയ ജീവിത പങ്കാളിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ അവളുടെ മനസ്സിന് ഇണങ്ങിയ ഒരു വ്യക്തിയെ വിവാഹം കഴിച്ച് 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി വളരെ സന്തോഷകരവും സമാധാനപൂർണവുമായ ഒരു കുടുംബജീവിതം അവൾ നയിക്കുന്ന കാഴ്ച കണ്ടു. തുടർന്ന് ഞാൻ ഇന്ന് താമസിക്കുന്ന കാഞ്ചിയാറ് പള്ളിക്കവലയിൽ മടങ്ങിയെത്തി. ഇടുക്കി രൂപതയിലെ സിറോ മലബാർ സഭയുടെ ഇടുക്കി രൂപതയിലെ പേഴുങ്കണ്ടം ഇടവകയിലുള്ള ഒരു കത്തോലിക്ക ഭവനത്തിൽ നിന്ന് തന്നെ എൻ്റെ കഴിഞ്ഞകാല ജീവിതവും പുതിയ ജീവിതവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എൻ്റെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുവാൻ കത്തോലിക്ക ഭവനത്തിൽ നിന്ന് തന്നെ ഒരു പെൺകുട്ടി തയ്യാറായി. 1999 ഓഗസ്റ്റ് മാസം 14-ാം തീയതി ഞങ്ങൾ തമ്മിലുള്ള വിവാഹം ഒരു കൂദാശയായി സഭ ആശീർവദിച്ചു. തുടർന്നുള്ള ഞങ്ങളുടെ വിശ്വാസ കൗദാശിക കുടുംബജീവിതത്തിൽ 7 കുഞ്ഞുങ്ങളെ നൽകി ദൈവമായ കർത്താവ് ഞങ്ങളുടെ കുടുംബജീവിതത്തെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. അതിലൊരു കുഞ്ഞ് 2 മാസം ഉദരാവസ്ഥയിലായിരുന്ന സമയം തനിയെ അബോർഷനായി ദൈവസന്നിധിയിലേക്ക് മടങ്ങി. തീർച്ചയായും 2 മാസം പ്രായമായൊരു വ്യക്തി എന്ന നിലയിൽ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ പ്രാർത്ഥിക്കുവാൻ ആ കുഞ്ഞ് സ്വർഗത്തിലെ അൾത്താരയിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, കരുതുകയാണ്. ജീവിച്ചിരിക്കുന്ന 6 കുഞ്ഞുങ്ങളെ ദൈവമായ കർത്താവ് നൽകി. ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യവും ജീവിച്ചിരിക്കുന്ന 6 കുഞ്ഞുങ്ങളാണ്. സേബർ, സെബാസ്റ്റ്യൻ, ഏഞ്ചൽ, സാവിയോ, സാൻജോ, ക്ലാര. 4 ആൺകുട്ടികളും 3-ാമത്തെയും 6-ാമത്തെയും പെൺകുട്ടികൾ. 4 ആൺകുട്ടികളും 2 പെൺകുട്ടികളും അടങ്ങുന്ന ഈ മക്കളാകുന്ന സമ്പത്താണ് ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നുണ്ട്, നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ ഒരു മുന്തിരി വള്ളി പോലെ ആയിരിക്കും എന്നാണ് 128-ാം സങ്കീർത്തനത്തിൻ്റെ 3 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുക. എൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അവൾ എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ ഭവനത്തിലൊരു മുന്തിരി വള്ളിയല്ല, മറിച്ച് 24 മണിക്കൂറും ഫലം പുറപ്പെടുവിക്കുന്ന ഒരു മുന്തിരി തോട്ടമായിട്ട് അവളെൻ്റെ കുടുംബജീവിതത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബിനികൾ ഒരു കുഞ്ഞിനെ നോക്കി ഒരു വീട് മുൻപോട്ട് കൊണ്ടുപോകാൻ 3-4 ആൾക്കാരുള്ള ഒരു വീട് മുൻപോട്ട് കൊണ്ടുപോകാൻ ഇവിടെ ഇരിക്കുന്ന പല കുടുംബിനികളും കഷ്ടപ്പെടുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ഈ 6 കുഞ്ഞുങ്ങളുടെ സകല കാര്യങ്ങളും നോക്കി 5 കുഞ്ഞുങ്ങളെ രാവിലെ സ്കൂളിലും അയച്ച്, അതിൻ്റെ പുറത്ത് 5-6 ആടുണ്ട്, 10-40 കോഴിയുണ്ട്, ഇതിനെല്ലാം തീറ്റയും കൊടുത്ത് എല്ലാ ജോലികളും ചെയ്ത് രാവിലെ 8:15 എൻ്റെ ജീവിത പങ്കാളി തൊട്ടടുത്ത ഏലക്കാടുകളിൽ പണിക്ക് പോകും. 3:30 പണി കയറി വന്ന് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് അവർക്ക് ആഹാരം ഉണ്ടാക്കും. ഈ 6 കുഞ്ഞുങ്ങളുടെ സകല കാര്യങ്ങളും നോക്കി 8 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിലെ സകല പണികളും ചെയ്ത് അതിൻ്റെ പുറത്ത് കൂലിപ്പണിയും കൂടെ ചെയ്ത് എൻ്റെ കുടുംബജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാനും ഈ കുഞ്ഞുങ്ങളെ വളർത്താനും ഇതുപോലെ വിദൂരങ്ങളിൽ വന്ന് ശുശ്രൂഷ ചെയ്യാനും എന്നെ സഹായിക്കുന്ന എൻ്റെ ജീവിത പങ്കാളിയുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കണ്ണുനീരുകളും സങ്കടങ്ങളുമാണ് എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ മറുവശം എന്ന് വളരെ അഭിമാനത്തോടെ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വശത്ത് പെറ്റമ്മയുടെ കണ്ണുനീരും വേദനകളും സങ്കടങ്ങളും, മറുവശത്ത് ജീവിത പങ്കാളിയുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സങ്കടങ്ങളും. ഈ 2 സ്ത്രീകളുടെ കണ്ണുനീരിനും ദുരിതങ്ങൾക്കും സ്വർഗത്തിൽ വലിയ പ്രതിഫലമുള്ളതുകൊണ്ട് വിശുദ്ധമായ കുടുംബജീവിതം നയിക്കുന്ന ഒരു കുടുംബിനിയുടെ കണ്ണുനീരിന് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. ഒരു വിശുദ്ധയായ അമ്മയുടെ കണ്ണുനീരിന് സ്വർഗത്തിലെ പ്രതിഫലമുണ്ട്. ഈ 2 വ്യക്തികളുടെ കണ്ണുനീരിന് സ്വർഗം വിലമതിക്കുന്നത് കൊണ്ട്, അതിന് പ്രതിഫലം നൽകിയത് കൊണ്ട് ഈ 2 വ്യക്തികളുടെ കണ്ണുനീരിൻ്റെയും സങ്കടങ്ങളുടെയും പ്രതിഫലമായിട്ട് രാജൻ കാഞ്ചിയാർ എന്ന് പറയുന്ന വചനപ്രഘോഷകൻ ലോകത്തിൻ്റെ മുൻപിൽ ഇങ്ങനെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞാൻ ശുശ്രൂഷയുള്ള സമയത്ത് ശുശ്രൂഷ ചെയ്യും, ശുശ്രൂഷ ഇല്ലാത്ത സമയത്ത് എനിക്കൊരു ഓട്ടോറിക്ഷയുണ്ട്. ആ ഓട്ടോറിക്ഷ ഓടിച്ച് ഈ കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ സമ്പത്ത് കണ്ടെത്തും.
അങ്ങനെ ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചും എൻ്റെ ജീവിത പങ്കാളി കൂലിപ്പണി ചെയ്തും ഈ 6 കുഞ്ഞുങ്ങളെ വളർത്തി ഞങ്ങൾ മുൻപോട്ട് കടന്നു പോവുകയാണെങ്കിലും കൂലിപ്പണിക്കാരായ ദമ്പതികളായ ഞങ്ങളെ സംബന്ധിച്ച് ഈ 6 കുഞ്ഞുങ്ങൾ ഉള്ളതിൻ്റെ പേരിൽ ഇന്ന് വരെ ഒരു നേരം പോലും പട്ടിണി കിടക്കാനോ അവരുടെ പഠനത്തിനോ അവരുടെ വിദ്യാഭ്യാസത്തിനോ ദൈവമായ കർത്താവ് ഈ നിമിഷം വരെ ഒരു കുറവും വരുത്തിയിട്ടില്ല. വചനം പറയുന്നുണ്ട്, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, പക്ഷേ കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും ഒരു കുറവുണ്ടാകത്തില്ല. കാട്ടിലെ നിയമം പറഞ്ഞാൽ മറ്റ് മൃഗങ്ങൾ വേട്ടയാടുന്ന മൃഗങ്ങളെ പോലും സിംഹക്കുട്ടികൾക്ക് കൊണ്ട് കൊടുക്കണമെന്നാണ് കാട്ടിലെ ഒരു നിയമം. കാരണം രാജകുമാരന്മാരാണ്, രാജാവിൻ്റെ മക്കളാണ്. അപ്പം മറ്റ് മൃഗങ്ങൾ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളെ കൂടെ ഈ സിംഹക്കുട്ടികൾക്ക് കൊണ്ട് കൊടുക്കണമെന്നാണ് കാട്ടിലെ നിയമം. അപ്പം വചനം പറയുകയാണ്, അങ്ങനെയുള്ള ഒരു സിംഹക്കുട്ടി വിശന്ന് വലഞ്ഞാൽ പോലും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, കർത്താവിൻ്റെ കൂടെ നടക്കുന്നവർക്ക്, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരു കുറവുണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യാതൊരുവിധ കുറവുമില്ലാതെ, കാരണം ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു പുരോഹിതനിലൂടെ ദൈവം തരുന്ന ആശീർവാദത്തിനൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം വിലയുണ്ടെന്നറിയാം. നമ്മളത് മനസ്സിലാക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. വിവാഹ അവസരത്തിൽ, വിവാഹ ആശീർവാദത്തിൻ്റെ സമയത്ത് പുരോഹിതനിലൂടെ കർത്താവ് ഒരു ആശീർവാദം തരുന്നുണ്ട്. അതിങ്ങനെയാണ്, നിങ്ങളുടെ ആവശ്യ സമയത്ത് നിങ്ങളെ സഹായിക്കുവാൻ സന്നദ്ധരായ നിരവധി സുഹൃത്തുക്കളെ ദൈവം കർത്താവ് നിങ്ങൾക്ക് തരട്ടെ. ഇല്ലേ? അങ്ങനെ ഒരു ആശീർവാദം തരുന്നുണ്ട്. ഇനിയും കല്യാണം കഴിക്കാനുള്ളവരെങ്കിലും അങ്ങനെ ഒരു ആശീർവാദം കിട്ടുമ്പോൾ ആമേൻ പറഞ്ഞു കുരിശ് വരച്ചത് സ്വീകരിക്കണം. ആമേൻ പറയുന്നത് അത് ഏറ്റെടുക്കലാണ്. എന്നെ സംബന്ധിച്ച് അത് വളരെ യാഥാർത്ഥ്യമാണ്. ഈ 6 കുഞ്ഞുങ്ങളെ വളർത്തി ഞങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയി ഞങ്ങളുടെ ഏത് ഞെരുക്കങ്ങളുടെയും നടുവിൽ സഹായിക്കാൻ സന്നദ്ധരായ നിരവധി കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ആശീർവദിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് ഒരു കുറവും കൂടാതെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ കുടുംബജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 11ാമത് കൺവെൻഷനിൽ ഈ എളിയ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനി സമയം കഴിഞ്ഞു പോയവരൊക്കെ പൊയ്ക്കൊള്ളട്ടെ. ഇനിയും സാഹചര്യമുള്ളവർ, ആരോഗ്യമുള്ളവർ നിങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം കുഞ്ഞുങ്ങളെ നൽകി, കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ജീവൻ്റെ സംരക്ഷകരായിട്ട് മാറണം. ആ 7 കുഞ്ഞുങ്ങളായെന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോഴും പ്രസവം നിർത്തിയിട്ടൊന്നുമില്ല. നിങ്ങളോർക്കും ഇനി വേറെ വിനോദമില്ലാത്ത ഒന്നുമല്ല. 7 കുഞ്ഞുങ്ങളായെന്ന് കണ്ട് ഞങ്ങൾ പ്രസവം നിർത്തിയിട്ടൊന്നുമില്ല. ഞങ്ങളായിട്ട് നിർത്തിയിട്ടില്ല. കാരണം ഓരോ ദമ്പതികൾക്കും എത്ര കുഞ്ഞുങ്ങൾ ജനിക്കണമെന്ന് സ്വർഗത്തിനൊരു കണക്കുണ്ട്. എൻ്റെ ബോധ്യം അതാ. കാരണം മക്കളിൽ നിന്ന് 19.7% ദമ്പതികൾ മക്കളില്ലാത്തവരാണ്. ഈ 19.7% ദമ്പതികളിൽ 60% ദമ്പതികളും വൈദ്യശാസ്ത്രപരമായിട്ട് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ ഒരു കുറവും ഇല്ലാത്തവരാണ്. വൈദ്യശാസ്ത്രപരമായിട്ട് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ ഒരു കുറവുമില്ലെങ്കിലും മക്കളില്ലാത്ത ദമ്പതികളിൽ 60% ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പം നമ്മുടെ കഴിവുകളല്ല, നമുക്ക് എത്രമാത്രം കഴിവുകളുണ്ടെങ്കിലും ദൈവം കൂടെ ഇടപെട്ടാലേ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ ദമ്പതികൾക്കും എത്ര കുഞ്ഞുങ്ങൾ ജനിക്കണമെന്ന് സ്വർഗത്തിനൊരു കണക്കുണ്ട്. ആ കണക്കാകുമ്പോൾ നീ നിർത്തിയാലും നിർത്തിയില്ലെങ്കിലും അത് തന്നെ അങ്ങ് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ജനിപ്പിക്കാൻ സാധിക്കുന്നിടത്തോളം കുഞ്ഞുങ്ങളെ നൽകി ജീവൻ സമർത്ഥമായി നൽകുവാൻ കടന്നു വന്ന ക്രിസ്തുവിനോട് ചേർന്ന് ജീവൻ്റെ സംരക്ഷകരായി മാറുവാനായിട്ട് ദൈവം നമ്മളെ വിളിക്കുക.